വചനമൊഴി മെയ് 14. വചനഭാഗം ഹെബ്രായർ 7:1-10, യോഹന്നാന്റെ സുവിശേഷം 5:30-38. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്ന പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകമാണ്. എന്തെന്നാൽ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുമിരുന്നു. എന്നാൽ യോഹന്നാന്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവർത്തികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും ശ്രവിച്ചിട്ടില്ല, രൂപം കണ്ടിട്ടില്ല. അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല, കാരണം അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ മിശിഹ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന വചനങ്ങളാണ് നാം സുവിശേഷത്തിൽ ശ്രവിക്കുന്നത്. ഈശോ മിശിഹായും പിതാവുമായുള്ള അഭേദ്യമായ ബന്ധവും ഐക്യവുമാണ് ഈ വചനങ്ങളിൽ വ്യക്തമാക്കുന്നത്. കാരണം അവിടുന്ന് സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് പിതാവുമായുള്ള ഐക്യത്തിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നു. ഈശോയുടെ പ്രവർത്തികൾ അവിടത്തേക്ക് സാക്ഷ്യം നൽകുന്നു. പിതാവ് തന്നെ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ 3 സാക്ഷ്യങ്ങളാണ് മിശിഹ എടുത്തു പറയുന്നത്. യോഹന്നാന്റെ സാക്ഷ്യം, ഈശോയുടെ പ്രവൃത്തികളിലൂടെയുള്ള സാക്ഷ്യം, പിതാവിൻ്റെ വചനം, പിതാവ് അയച്ച വചനത്തിലുള്ള വിശ്വാസം. പിതാവിൻ്റെ സാക്ഷ്യം അറിയണമെങ്കിൽ പിതാവ് അയച്ച പുത്രനെ സ്വീകരിക്കണം. അവൻ്റെ വചനം നമ്മളിൽ വസിക്കണം. പിതാവിൻ്റെ വചനമായ മിശിഹായെ അറിയുക, അവിടുത്തെ സ്വീകരിക്കുക, അതാണ് പിതാവിനെ അറിയുവാനുള്ള മാർഗം. ഈശോയുടെ സ്വരം ശ്രവിക്കുന്നവർക്കാണ് പിതാവിനെ അറിയുവാൻ സാധിക്കുന്നത്, ദൈവഹിതം അറിയുവാൻ സാധിക്കുന്നത്. ഈശോ മിശിഹായിലൂടെ പിതാവിനെ വെളിപ്പെടുത്തപ്പെട്ടു. ഈശോ മിശിഹായുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിവാക്കപ്പെട്ടു. ഈശോയുടെ പ്രവർത്തികൾ അവിടുന്ന് ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് സാക്ഷ്യം നൽകിയിരുന്നു. അതുപോലെ തന്നെ നാം ഓരോരുത്തരും പ്രവർത്തികളാണ് നാം മിശിഹായുടെ അനുയായികളാണ് എന്ന് വ്യക്തമാക്കേണ്ടത്. പ്രവർത്തികളിലൂടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അനുദിന ജീവിത പ്രവർത്തികൾ മിശിഹായുടെ വചനം അനുസരിച്ചുള്ളത് ആകുവാനും ആ പ്രവർത്തികൾ മിശിഹായ്ക്കും അതിലൂടെ ദൈവപിതാവിൻ്റെ മഹത്വത്തിനും സാക്ഷ്യത്തിനുമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രവർത്തികളിലൂടെ സാക്ഷ്യം നൽകുന്നവരായി മാറുവാൻ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറുവാൻ, അതുവഴി മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ പ്രവർത്തികൾ നാം മിശിഹായുടെ അനുയായികളാണെന്ന് വ്യക്തമാക്കുന്നത്. പ്രവൃത്തികളിലൂടെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ
നമുക്കും പരിശ്രമിക്കാം. അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.